എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. വയനാട്ടിൽ എന്ത് സംഭവിക്കും? വയനാട്ടിൽ അട്ടിമറി നടക്കുമോ? അതിന് സാധ്യതയില്ല. ചിലപ്പോൾ അല്പം ഭൂരിപക്ഷം കുറഞ്ഞേക്കാം. പ്രിയങ്ക തന്നെ ജയിക്കും. ഇതാണ് ഇപ്പോഴുള്ള പൊതു ചിത്രം. എന്നാൽ ഭൂരിപക്ഷം എത്രയാകും? ഇതാണ് മറ്റൊരു ചോദ്യം. 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം UDF നടത്തും, കോൺഗ്രസ് നടത്തും എന്നാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ മുതൽ പ്രാദേശിക നേതാക്കൾ വരെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നത്. 5 ലക്ഷത്തിൽ അധികം ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് പോകാൻ കഴിയുമോ? പ്രിയങ്ക ഗാന്ധി ആദ്യഘട്ടത്തിൽ വയനാട് വന്ന സമയത്ത് അവർക്ക് കിട്ടിയ ഒരു സ്വീകരണമുണ്ട്. ആ സ്വീകരണം പക്ഷേ വോട്ടായി മാറിയില്ല, പോളിംഗിൽ പ്രതിഫലിച്ചില്ല. പ്രിയങ്ക ഗാന്ധിക്ക് ചില കവലകളിൽ ലഭിക്കുന്ന സ്വീകരണമുണ്ട്. ആ സ്വീകരണം വോട്ടായി മാറിയില്ല, പോളിംഗായി മാറിയില്ല. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ വല്ലാതെ ഉയർത്തിക്കാണിക്കാൻ, പ്രിയങ്ക ഗാന്ധിയുടെ മൂക്ക്, പ്രിയങ്ക ഗാന്ധിയുടെ സാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ ചമച്ചിരുന്നു. പക്ഷേ അതൊന്നും എവിടെയും എത്തിയില്ല. പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം 5 ലക്ഷം കടക്കില്ല എന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. 4 ലക്ഷം വരെ പോകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കും എന്ന് അവർ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. അതല്ല, 2019 ലഭിച്ചതിനേക്കാളും ഭൂരിപക്ഷം ലഭിക്കും എന്ന് പറയുന്നവരുമുണ്ട്. 2019 ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തിയത്. പക്ഷേ പൊളിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അട്ടിമറി ഉണ്ടാകുമോ എന്ന ഭയം UDF നേതാക്കൾക്ക് ഉണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് അട്ടിമറി ഒന്നും ഉണ്ടാകില്ല, ജയിക്കും. ഭൂരിപക്ഷം എത്ര എന്ന് നോക്കാം. 5 ലക്ഷം എന്ന കടമ്പയിലേക്ക് എത്തില്ല, 4 ലക്ഷം കടക്കും എന്നാണ്. എന്നാൽ 4 ലക്ഷം കടക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഭൂരിപക്ഷം 5 ലക്ഷത്തിന് മുകളിൽ കടക്കണമെങ്കിൽ ഇപ്പോൾ പോൾ ചെയ്തതിൻ്റെ 70% മുകളിൽ വോട്ട് പ്രിയങ്കയ്ക്ക് ലഭിക്കണം. 70% മുകളിൽ വോട്ട് പ്രിയങ്കയ്ക്ക് ലഭിക്കണം. അത് ലഭിക്കുമോ? ഇല്ല. രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ച ഘട്ടത്തിൽ 64% പോളിംഗ്. കൃത്യം പറഞ്ഞാൽ 64.94 എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് MI ഷാനവാസ് മത്സരിച്ച ഘട്ടത്തിൽ MI ഷാനവാസിന് ലഭിച്ചതിനേക്കാൾ 23.73% അധികം വോട്ട് ലഭിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 4,31,770 ആയിരുന്നു. 4,31,770. ആ ഭൂരിപക്ഷത്തിലേക്ക് ഒരിക്കലും പ്രിയങ്ക എത്തില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ സമ്മതിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എത്തണമെങ്കിൽ ഇപ്പോൾ പോൾ ചെയ്തതിൻ്റെ 70% വോട്ടെങ്കിലും ലഭിക്കണം പ്രിയങ്ക ഗാന്ധിക്ക്. അത് ലഭിക്കില്ല എന്ന് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്, അങ്ങനെ പറയുന്നവരുമുണ്ട്. ഇനിയിപ്പോൾ 2024 ആവർത്തിച്ചാലോ? 2024 നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 6,47,445 വോട്ടാണ്. എന്ന് വെച്ചാൽ 59.69%. 64 2019 ലഭിച്ചത്. അത് 2024 59.69 കുറയുകയും 5.2% ഇടിവ്, ആ ഇടിവ് ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഭൂരിപക്ഷം 3,64,422. അതുപോലും നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ്. പ്രിയങ്കയ്ക്ക് കഴിയില്ല എന്ന ഉത്തരമാണ് ലഭിച്ചത്. അതുപോലും നിലനിർത്താൻ കഴിഞ്ഞാൽ എത്ര വോട്ട് കിട്ടും പ്രിയങ്ക ഗാന്ധിക്ക്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് പ്രതീക്ഷിക്കാവുന്ന ഭൂരിപക്ഷം 3,20,000 മാത്രമാണ്. 3,20,000 എന്ന് വെച്ചാൽ 3,60,000 എന്ന രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മറികടക്കാൻ 2024 ആവർത്തിച്ചാൽ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയില്ല എന്നർത്ഥം. അപ്പോൾ എത്ര വോട്ട് ലഭിക്കും എന്നതാണ് പ്രശ്നം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഭൂരിപക്ഷം 2 ലക്ഷത്തോളം മാത്രമേ, 2 ലക്ഷത്തിൽ താഴെ മാത്രമേ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുകയുള്ളൂ. 2024 ആവർത്തിച്ചാൽ തന്നെ ലഭിക്കില്ല. 2019 ആവർത്തിക്കുകയുമില്ല എന്ന കാര്യം സംശയമേ ഇല്ല. 2019 ഭൂരിപക്ഷം മറികടക്കണമെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 70% പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടണം. നേരത്തെ കണക്ക് പറഞ്ഞു, ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 70% ലഭിക്കും. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 64%. അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. 2024 ആവർത്തിച്ചാൽ തന്നെ
രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയില്ല. 3,20,000 വോട്ട് മാത്രമേ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുകയുള്ളൂ. 3,60,000 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്നോർക്കണം. അതുകൊണ്ട് കണക്കുകൾ എല്ലാം തെറ്റുകയാണ്. UDFന്റെ എല്ലാ കണക്കുകളും തെറ്റുകയാണ്. എല്ലാ മുന്നണികളുടെ കണക്ക് തെറ്റിയോ എന്ന ചോദ്യം ചോദിച്ചാൽ എല്ലാ മുന്നണികൾക്കും കണക്ക് തെറ്റി എന്ന വാദം ഉയർന്നേക്കാം. എല്ലാ മുന്നണികൾക്കും കണക്ക് തെറ്റാം. കാരണം പോളിംഗ് വളരെ കുറഞ്ഞത് കൊണ്ട് തന്നെ പ്രതീക്ഷിച്ച നിലയിലേക്ക് ഒരു മുന്നണിക്കും എത്താൻ കഴിഞ്ഞില്ല. എന്തൊക്കെയാണ് ഓരോ മുന്നണികളുടെയും ലക്ഷ്യം, പ്രതീക്ഷ? പ്രിയങ്ക ഗാന്ധി 5 ലക്ഷം കടക്കും. അതാണ് UDFന്റെ കോൺഗ്രസിന്റെ പ്രതീക്ഷ. 3 ലക്ഷത്തിൽ അധികം വോട്ട് എന്ന് വെച്ചാൽ 2014 സത്യൻ മുഖേരി മത്സരിച്ചപ്പോൾ CPIക്ക് LDFന് ലഭിച്ച 3 ലക്ഷത്തിന് വോട്ടിന് മുകളിൽ അത് ഇത്തവണ പിടിക്കാൻ കഴിയും. അതാണ് LDFന്റെ ലക്ഷ്യം. അത് പിടിക്കും എന്നായിരുന്നു. 3 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കും, ഇതായിരുന്നു LDFന്റെ ലക്ഷ്യം. BJPയുടെയോ 1.41 1,41,000 വോട്ടാണ് K സുരേന്ദ്രൻ ലഭിച്ചത്. അതിന് മുകളിലേക്ക് നമ്മുടെ വോട്ടിംഗ് നില ഉയർത്തും എന്നാണ് BJP നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞത്. ഈ മൂന്നും നടക്കുമോ? ഒരു കാര്യം ഉറപ്പ്, UDFന്റെ കാര്യം നടക്കില്ല. ഇനിയിപ്പോൾ CPI LDF പറയുന്ന 3 ലക്ഷത്തിന് മുകളിലേക്ക് അത് മറികടക്കണമെങ്കിൽ വലിയ കളി LDF കളിക്കേണ്ടി വരും. ആ കളിക്ക് ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ BJP പോലും പിന്തുണ കൊടുക്കേണ്ടി വരും എന്നർത്ഥം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, 1,41,000 BJPയുടെ വോട്ട്. സുരേന്ദ്രന് കിട്ടിയ വോട്ട് കഴിഞ്ഞ തവണ K സുരേന്ദ്രന് BJPയുടെ സംസ്ഥാന അധ്യക്ഷന് കിട്ടിയ വോട്ട്. അതിലേക്ക് ഇത്തവണ എത്തില്ല എന്ന കാര്യം സംശയമേ ഇല്ല. അതുകൊണ്ട് 3 മുന്നണികളുടെയും പ്രതീക്ഷ തകർക്കുന്നതാണ് മണ്ഡലത്തിൽ നടന്ന പോളിംഗ് ശതമാനം. ആ പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുക, ഒരു സംശയവും വേണ്ട, അത് പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയായിരിക്കും. പ്രിയങ്ക ഗാന്ധിയെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്താൻ വൻ ഭൂരിപക്ഷത്തിന് കേരളത്തിൽ നിന്ന് ജയിപ്പിച്ച് വിട്ട് 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്ന് പറഞ്ഞ് പാർലമെന്റിൽ ഒരു പുതിയ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തിന് ഇതാ വമ്പിച്ച തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നർത്ഥം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്ന കാരണം, UDF പറയുന്നത് 4 ലക്ഷത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷം വരും. കാരണം ഏതായാലും പ്രിയങ്ക ഗാന്ധി ജയിക്കും എന്നതുകൊണ്ട് തന്നെ വലിയൊരു ആവേശകരമായ മത്സരമാണ് കാഴ്ചവെക്കാൻ ആരും തയ്യാറായില്ല. അത് വോട്ടർമാരിലും പ്രതിഫലിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, മറ്റ് ജില്ലകളിൽ നിന്ന്, രാജ്യത്തിന് പുറത്തു നിന്ന് വന്ന് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു. അത് ഉണ്ടായില്ല. പിന്നീട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല വയനാട്ടിലെ ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ പോളിംഗ് കുറഞ്ഞു. ഇതാണ് എല്ലാ മുന്നണികളും പറയുന്നത്. അപ്പോഴും മുന്നണികൾ പരസ്പരം പറയുന്നുണ്ട്, CPIഎമ്മിൻ്റെ LDFന്റെ വോട്ടുകൾ കൃത്യമായും പോൾ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഗ്രൗണ്ട് പ്രവർത്തനം LDF നടത്തിയിട്ടുണ്ട് എന്നാണ് LDF നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് 3 ലക്ഷത്തിന് മുകളിലേക്ക് പോകും എന്ന് ഉറപ്പിച്ച് പറയുന്നു LDF. UDFനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം 4 ലക്ഷമെങ്കിലും എത്തും. LDF കേന്ദ്രങ്ങളിലാണ് വോട്ട് കുറഞ്ഞിരിക്കുന്നത്. LDFന്റെ വോട്ടാണ് പോൾ ചെയ്യാതിരുന്നത്. മത്സരമില്ല, ഏകപക്ഷീയമായ വിജയം കിട്ടും പ്രിയങ്ക ഗാന്ധിക്ക്. അതുകൊണ്ട് എന്തിന് മത്സരിക്കണം, എന്തിന് വോട്ട് ചെയ്യണം? എല്ലാവരും പോയി പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യും, അതുകൊണ്ട് പോകേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യാതിരുന്നത് LDF പ്രവർത്തകരും LDF വോട്ടർമാരുമാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും പറയുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കുറയാൻ കാരണമായി എന്ന് പറയുന്നു. എന്നാൽ കണക്ക് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ ഒരു പരിധിവരെ അവർ പഴയ നിലനിർത്തിയിട്ടുണ്ട്. എങ്കിലും കുറവ് വന്നിട്ടുണ്ട്. നിലമ്പൂരാണ് ഏറ്റവും കൂടുതൽ കുറവ് വന്ന ഒരു മണ്ഡലം. എന്ന് വെച്ചാൽ കോൺഗ്രസിന് സ്വല്പം സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇവിടെയൊക്കെ CPIഎമ്മിനും LDFനും സ്വാധീനമുണ്ട്, അവരും വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കുറഞ്ഞത് എന്നൊക്കെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എങ്കിലും ഒരു സംശയവും വേണ്ട, പോളിംഗ് കുറഞ്ഞത് എല്ലാ മുന്നണികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഒരു വേള ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്ന സംശയം പോലും UDF കേന്ദ്രങ്ങൾക്ക് ഉണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കളയുമോ എന്ന്. ഇവിടെ BJPയെ സംബന്ധിച്ച് ഒരു നല്ല രാഷ്ട്രീയ കളി അവർക്ക് സാധ്യമായിരുന്നു. ആ കളി അവർ കളിച്ചിട്ടുണ്ടോ എന്ന് റിസൾട്ട് വരുമ്പോൾ പറയാം. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, UDF ജയിക്കാനാണ് സാധ്യത. പക്ഷേ ഭൂരിപക്ഷം 2 ലക്ഷത്തിന് താഴെ മാത്രമേ ആയിരിക്കുകയുള്ളൂ എന്ന്. അതല്ല, അട്ടിമറിയാണോ നടക്കുന്നത്, അതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യയിൽ തന്നെ ഒരു ചർച്ചയായി മാറുകയും ചെയ്യും. കേരളത്തിൽ UDF രാഷ്ട്രീയത്തിൻ്റെ ഒരു തകർച്ചയുടെ തുടക്കമായി അത് മാറാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അത് ആരും അങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല.